ഗൗതമേ, മലയാളത്തിൻ്റെ മഹാനടനാണ് മോഹൻലാൽ. ലാലേട്ടനെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഒരു വലിയ ലാലേട്ടൻ ആരാധകനാണ്. കാരണം കുഞ്ഞുനാൾ തൊട്ട് മോഹൻലാലിൻ്റെ ഫോട്ടോ അമ്പലപ്പറമ്പുകൾ, നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് അമ്പലപ്പറമ്പിലൊക്കെ ഈ സീനറി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സീനറികളുണ്ടാവും ഇങ്ങനെ വിൽക്കാനിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ₹1 കൊടുത്ത് നറുക്കിലൂടെ നമുക്ക് സീനറി എടുക്കാം. അങ്ങനെ സീനറി എടുക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും മോഹൻലാലിൻ്റെ ഫോട്ടോകൾ തിരഞ്ഞു പിടിച്ച് എടുത്തു കൊണ്ടുപോയി വീടിൻ്റെ എന്താ പറയുക, ഉമ്മറത്ത് ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു 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 സമയത്ത് അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ദൂരെ നിന്നെങ്കിലും മോഹൻലാലിനെ ഒന്ന് കാണുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. സാധിച്ചോ? പിന്നീട് അത് നമ്മൾ മാധ്യമപ്രവർത്തനത്തിലേക്കൊക്കെ വന്ന സമയത്ത് അത് സാധിച്ചു. അത് മാത്രമല്ല, അതിനേക്കാൾ മുമ്പ് മാതാമൃതാനന്ദമയുമായി ബന്ധപ്പെട്ടൊരു സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ സ്കോളർഷിപ്പ് എൻ്റെ കാര്യം തന്നത് ലാലേട്ടനായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ ഭാഗ്യമുണ്ട്. പക്ഷേ വളരെ കുഞ്ഞുനാളിലാണ്. പിന്നീട് വലുതായപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ലാലേട്ടനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിൽ നിന്ന് ലാലേട്ടനെ കാണാൻ പറ്റി. ലാലേട്ടനോട് അതായത് വളരെ ചെറിയ രൂപത്തിലായാലും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളെ പരിചയമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താണ്, ഇപ്പോൾ അടുത്തൊരു നടൻ പറഞ്ഞതുപോലെ, ഒരാൾ പറഞ്ഞു, പൃഥ്വിരാജാണെന്ന് തോന്നും, മലയാളത്തിൻ്റെ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും നിങ്ങളിനി അളക്കാൻ നിൽക്കേണ്ടതില്ല. കാരണം അവർ ചെയ്തു വെച്ച സിനിമകൾ മാത്രം മതി കാലങ്ങളോളം അവരെ ഓർമ്മിക്കാൻ. നിങ്ങൾ അവരെ മാർക്കിടാൻ പോവാതെ നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യം ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രഹസ്യം പുറത്തേക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അത് പുറത്ത് എന്താണ് ഇതുവരെ എന്താ പറയുക, ഇതൊരു വെളിപ്പെടുത്തലാണ് സത്യത്തിൽ. ആ രഹസ്യം നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് വ്യാപകമായി ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഇപ്പം മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകൻ ആ ഒരു കാര്യത്തെപ്പറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ? അതായത് ലാലാണ്, സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാലിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് വളരെ രീതിയിൽ ശ്രദ്ധേയമായി തീരുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഈ കാര്യം ഒരു ടെലിവിഷന് നൽകിയ ഒരു പ്രോഗ്രാമിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പക്ഷേ അന്നൊന്നും വലിയ രീതിയിൽ വ്യാപകമായിട്ട് ചർച്ചയായിട്ടില്ല. അതായത് മോഹൻലാലിൻ്റെ അഭിനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, മോഹൻലാൽ എന്ന് പറയുന്നത് പാർത്ഥൻ പറയുന്നത് പോലെ എനിക്കും പാർത്ഥനും അതോടൊപ്പം തന്നെ മലയാളികളായിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗംഭീര നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് പല ആളുകളും പല രീതിയിൽ അതിനെ പ്രശംസിച്ചിട്ടുണ്ട്. വലിയ വലിയ പ്രശസ്തരായിട്ടുള്ള മണിരത്ന ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കോണുകളിലുള്ള ആളുകൾക്കും മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് വാതോരാതെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു എന്താ പറയുക ഇന്ത്യൻ സിനിമയിലെ ഒരു അഭിനേതാവിനെ കുറിച്ച് ഇങ്ങനെ മറ്റ് നടന്മാർ, മറ്റ് സംവിധായകരൊക്കെ ഇത്രമാത്രം പ്രശംസിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മറ്റാരെങ്കിലും കുറിച്ച് മറ്റ് ഭാഷകളിലെ സംവിധായകരും നടന്മാരും ഒക്കെ അയാളുടെ അഭിനയം ഭയങ്കരമാണ് എന്ന് പറയുന്നത് മോഹൻലാലിനോളം അത്ര പ്രൈസ് കിട്ടിയ മറ്റാൾക്കാരില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ മോഹൻലാലിൻ്റെ അഭിനയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഈ ലാൽ നടത്തിയിരിക്കുന്നത്. അതായത് ഈ ലാൽ സിദ്ദിഖ് കൂട്ടുകെട്ടിലെ 4ാമത്തെ സിനിമയായിരുന്നു വിയറ്റ്നാം കോളനി. മോഹൻലാൽ ആദ്യമായിട്ട് ഇവരൊപ്പം ജോയിൻ ചെയ്യുന്നതും ആ സിനിമയിലാണ്. അതിനു മുമ്പ് അധികം സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാത്ത സിനിമകളാണ് ഇവർ രണ്ടുപേരും സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിനെ ഹിറ്റാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റാംജി റാവു സ്പീക്കിംഗ് ആയിക്കോട്ടെ, പിന്നീട് വന്ന മറ്റു പല സിനിമകളും. അപ്പോൾ മോഹൻലാലുമായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു സംവിധായക അല്ലെങ്കിൽ സംവിധാന അനുഭവത്തെക്കുറിച്ചാണ് ഈ ലാല് ഒരു ടെലിവിഷനിൽ ഒരു ടെലിവിഷനിലെ ഒരു പ്രോഗ്രാമിനിടയിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. അതാണിപ്പം വീണ്ടും ചർച്ചയായിരിക്കുന്നത്. അതായത് ആദ്യത്തെ ദിവസം തന്നെ മോഹൻലാൽ വന്നിട്ട് സെറ്റിൽ വന്നു അഭിനയിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അയ്യോ മോഹൻലാൽ വളരെ ബോറാണല്ലോ, ഇയാളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോയി. ഒരു സംവിധായകൻ എന്ന നിലയിൽ വെറുതെ വരിക, ഡയലോഗ് പറയുക, പോവുക.
അന്ന് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അഭിനയം അങ്ങോട്ട് വരുന്നില്ലല്ലോ, കഥാപാത്രം എവിടെ അല്ലേ? അതെ, ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇവർ കുറച്ച് 4-5 ദിവസം, ഒരാഴ്ചയോളം ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇതായിരുന്നു ലാലിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ലാൽ പങ്കുവച്ചത്. ഇതേ അനുഭവം ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നതിനിടെ ജിത്തു ജോസഫിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലിൻഡയോ അങ്ങനെ ആരുമാണ് കോസ്റ്റ്യൂം, ഇവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ജിത്തു ജോസഫും പങ്കുവച്ചിട്ടുണ്ട്. ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലും ഒരാഴ്ച ലാലേട്ടൻ വന്ന് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഇങ്ങേർക്ക് ഒരു താല്പര്യമില്ലേ, ഇതെന്താ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വന്നിരിക്കുക, ഡയലോഗ് പറയുക, ഒന്നും ഒരു അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല. പല സംവിധായകർക്കും ഇതുണ്ടായിട്ടുണ്ട്. രാം ഗോപാൽ വർമ്മയ്ക്ക് കമ്പനി എന്ന് പറയുന്ന സിനിമയിൽ രാം ഗോപാൽ വർമ്മയ്ക്ക് ഈ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ പുള്ളി ഒന്നും ചെയ്യാത്ത പോലെ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു അനുഭൂതി. ഈ രാം ഗോപാൽ വർമ്മയുടെ കാര്യം പറഞ്ഞ സമയത്താണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതിലൊരു കൈ കൊടുക്കുന്ന ഒരു സീനുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട്, അപ്പോൾ സാധാരണ നമ്മൾ ഒന്നുകിൽ എഴുന്നേറ്റ് കൊടുക്കും അല്ലെ നേരെ കൊടുക്കും. ഈ മോഹൻലാൽ അതിലിങ്ങനെ എന്താണ്, ഈ കമ്മീഷണറാണ്, അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഒരു കൈ കൊടുക്കുന്ന സീനുണ്ട്. അത് കണ്ടിട്ട് ഇവർ ഞെട്ടിയെന്നാണ് പറയുന്നത്. അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പറയാം. അപ്പോൾ ഇതിൽ ഇവർ ഈ പറയുന്നത് പിന്നീട് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ തോന്നി നമ്മൾ പിന്നീട് ഇത് കട്ട് ചെയ്തിട്ട് എഡിറ്റിംഗ് സ്യൂട്ടിൽ അല്ലെങ്കിൽ എഡിറ്റിംഗ് റൂമിൽ സ്ക്രീനിൽ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്യുന്ന ഓരോ ചെറിയ സാധനത്തിൻ്റെയും ഇമ്പാക്റ്റ് എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് അനുഭവപ്പെട്ടത് അപ്പോഴാണ്. അതിൻ്റെ ഒരു വേരിയേഷൻ, നേരിട്ടിട്ട് ഒരാളുടെ സാധനം കാണുന്നതും അത് പിന്നീട് സ്ക്രീനിലായിട്ട് അതിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ക്രീനിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു മാജിക്ക്, അതാണ് യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ അഭിനയം. അന്നാണ് ശരിക്കും ഇപ്പോൾ ലാൽ എന്നൊക്കെ പറയുന്നത് കലാഭവനിലൂടെയും ഈ മിമിക്രിയിലൂടെയും നാടകത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ ലാൽ പറയുന്നുണ്ട്, അന്നാണ് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത് സിനിമയിൽ യഥാർത്ഥത്തിൽ അഭിനയിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് അഭിനയിക്കാതെയാണ് സിനിമയിൽ അഭിനയിക്കേണ്ടത്. അതായത് ചെറിയ കണ്ണിൻ്റെ ചെറിയ ചലനങ്ങളിലൂടെ അല്ലെങ്കിൽ ചെറിയ ചില നോട്ടങ്ങളിലൂടെ, ഇതിലൂടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ ചെറിയ കുറച്ച് സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് വലിയ രീതിയിലുള്ള പ്രകടനപരതയൊന്നുമില്ല, വളരെ സൂക്ഷ്മമായ രീതിയിലുള്ളൊരു നോട്ടം കൊണ്ടോ. ഇതാണ് ലാൽ അതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അതിലൂടെ അദ്ദേഹത്തിന് മോഹൻലാലുമായിട്ട് ആദ്യം ആദ്യത്തെ ഈ സംവിധായക അനുഭവത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യമാണ്, അഭിനയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഈ ലാൽ പങ്കുവച്ചിരിക്കുന്നത്. അത് ഈ രസതന്ത്രം എന്ന് പറയുന്നൊരു സിനിമ, രസതന്ത്രത്തിൽ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഈ മോഹൻലാലിന് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ വേദനകളെ ഇനി ആരുമില്ല, തനിക്ക് ലോകമായിരുന്ന ഒരു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ അസ്തമിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? നമുക്കത് മനസ്സിലാവുക ഒരാളുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അയാളുടെ മൊത്തം എക്സ്പ്രഷൻസിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ അതൊന്നും അല്ലാതെ മോഹൻലാലിൻ്റെ ആ ഒരു സമയത്ത് മോഹൻലാലിൻ്റെ 2 കൈകൾ തൂണിൻ്റെ മുകളിൽ പിടിക്കുന്ന ഒരു രംഗമുണ്ട്. അത് മാത്രമാണ് അവിടെ റെഡിക്ക് സത്യനന്ദിക്കാട് ആ സിനിമയിൽ ചിത്രീകരിച്ചത്. അതിലൂടെ നമുക്ക് കൃത്യമായി മോഹൻലാൽ കരയുന്നതിനേക്കട്ടപ്പുറം, മോഹൻലാൽ പിന്നെ മുഖത്ത് ഭാവം പ്രകടിപ്പിക്കുന്നതിനേക്കട്ടപ്പുറം, അദ്ദേഹം അവിടെ ആർത്ത് നിലവിളിക്കുന്നതിനേക്കട്ടപ്പുറം അതിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ വിങ്ങൽ, വേദന, ഒറ്റപ്പെടൽ എത്രത്തോളം ഉണ്ടെന്ന് ആ കൈവിരലിൻ്റെ അഭിനയത്തിലൂടെ കാണിച്ചു തന്നു മോഹൻലാൽ എന്നുള്ളത്. ലാൽ പറഞ്ഞത് ഇതാണ്, എക്സാക്ട്ലി ആ വേർഡ്സ് ആണ്. വിയറ്റ്നാം കോളനി എന്ന സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി മോഹൻലാൽ അത്ര പോരെന്ന്. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അഭിനയം ഇല്ലാത്ത പോലെ, അഭിനയിക്കുകയാണെന്ന് തോന്നണ്ടേ, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വന്ന് ഡയലോഗ് പറയുന്നു എന്നൊരവസ്ഥ. ഞാനത് സിദ്ദിഖിനോട് പറയുകയും ചെയ്തു. സിദ്ദിഖ് ഒന്നും വരുന്നില്ലല്ലോ, വെറുതെ വന്ന് പറഞ്ഞങ്ങ് പോവുകയാണല്ലോ എന്ന് പറയുകയും ചെയ്തു. അതെ, ഒരു അഭിനയം ഇല്ലെന്നേ. പക്ഷെ പിന്നെ ആദ്യത്തെ കുറേ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് സിനിമയിൽ അഭിനയിക്കേണ്ടത് അഭിനയിച്ചിട്ടല്ല, അഭിനയിക്കാതെയാണ് അഭിനയിക്കേണ്ടതെന്ന്. കണ്ണിലുള്ള ചെറിയ ചലനത്തിലൊക്കെയാണ് അഭിനയം ഇരിക്കുന്നതെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊക്കെ അഭിനയത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ക്ലാസ്സൊക്കെ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. ഇതാണ് എക്സാക്ട്ലി ലാൽ പറഞ്ഞ
വേർഡ്സ്. ലാല് പറഞ്ഞ ഈ കാര്യത്തോട് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ബിനു പപ്പുവിൻ്റെ കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ ഇപ്പം അറിയപ്പെടുന്ന നടനും അതുപോലെ തന്നെ അസോസിയേറ്റും കാസ്റ്റ് ആക്ടറും ഒക്കെയാണ്. ഇപ്പോൾ ഈ തരുൺ മൂർത്തിയുടെ അതെ, തരുൺ മൂർത്തിയുടെ പടത്തിലുണ്ട്. അദ്ദേഹം ലാലേട്ടനെ പറ്റി ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സീൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സീൻ പറഞ്ഞു കൊടുത്തപ്പം അത് റിപ്പീറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. റിപ്പീറ്റ് ചെയ്തെടുത്തപ്പോൾ ആദ്യം ചെയ്ത ആ ഒരു പെർഫെക്ഷൻ പിന്നീട് കിട്ടുന്നില്ല എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. അപ്പം വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പം ലാലേട്ടൻ ഇദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ ആ സീന് കണ്ടു, ഞാനതങ്ങ് ചെയ്യുന്നുണ്ട്, ആ 1 or 2 ടേക്കിൽ നിങ്ങളതങ്ങ് എടുത്തോ, പിന്നെയും റീടേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ ആ കഥാപാത്രമായി മാറും. മീൻസ് ഞാനത് അഭിനയിക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരും. അപ്പം ഞാൻ അഭിനയിക്കും. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മോഹൻലാൽ അഭിനയിച്ചു തുടങ്ങിയാൽ നമുക്കത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. മോഹൻലാൽ അഭിനയിക്കാതെ മോഹൻലാൽ ആ കഥാപാത്രമായിട്ട് ഡയറക്റ്റ് ഒരു ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ മോഹൻലാൽ ഒരു പരകായ പ്രവേശം നടത്തും ആ കഥാപാത്രത്തിലേക്ക്. ഇതിനൊക്കെ ഇതെങ്ങനെയാണ് ലാലേട്ടാ ഇത് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മോഹൻലാൽ പറയുന്ന മറുപടി എന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ല, ഇതൊരു പക്ഷേ മെഡിറ്റേഷൻ ആയിരിക്കും, ഇത് ഈശ്വരൻ്റെ ഒരു ഇതായിരിക്കും, ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരു വളരെ ഒരു അദ്ദേഹത്തിന് പോലും അറിയാത്തൊരു ഉത്തരമാണ് എന്താണ് ഇതിൻ്റെ മാജിക് എന്നുള്ളത് പുള്ളി തന്നെ പറയുന്നത്. എന്തായാലും ഇത് അത്ഭുതമാണ് സത്യത്തിൽ. അത് അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട ആളുകൾക്ക് മനസ്സിലാവും. പറയുകയാണെങ്കിൽ മിതത്വവും ബാലൻസും ആണ് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് സീക്രട്ട് എന്ന് പറയുന്നത് അഭിനയത്തിൽ. തീർച്ചയായിട്ടും.